ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് VC-ക്കെതിരെ SFIയുടെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പോലീസ് അറസ്റ്റിന് വഴങ്ങുന്നില്ല, പ്രതിരോധിക്കുകയാണ് പ്രവർത്തകർ. പോലീസും SFI പ്രവർത്തകരും തമ്മിൽ ഒരു കയ്യാങ്കളിയുടെ വക്കോളം എത്തി നിൽക്കുകയാണ് അവിടുത്തെ സാഹചര്യം. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. ഷഫീദ്, അറസ്റ്റിന് കൂട്ടാക്കാതെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണോ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ കേരള സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറ്റുന്നത്? വിജയകുമാർ, ഈ കേരള സർവകലാശാല ആസ്ഥാനത്ത് നാടകീയമായ രംഗങ്ങൾക്കാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. അതായത് SFI പ്രവർത്തകരുടെ പ്രതിഷേധം അതൊരിക്കൽ സംഘർഷത്തിലേക്ക് കലാശിച്ചപ്പോൾ വീണ്ടും പോലീസുമായി ഒരു ഏറ്റുമുട്ടൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചതാണ് ഇതിൻ്റെ പ്രശ്നങ്ങളുടെ ഒരു കാരണം. അതിപ്പോഴും തുടരുന്നു. അറസ്റ്റ് വരിക്കാനോ അതല്ലെങ്കിൽ ഈ വാഹനത്തിൽ കയറാനോ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ രണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഈ രണ്ട് പോലീസ് വാനുകൾ എത്തി ഇവിടെ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമം, അതാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ വനിതാ SFI പ്രവർത്തകർ അവരുടെ ഭാഗത്ത് നിന്നുള്ള പ്രതിരോധം കൂടി ഉണ്ടാകും. അതായത് ഇപ്പോൾ പോലീസുമായി വലിയ തരത്തിലുള്ള ഉന്തും തള്ളും ക്രിമിനൽ പണിയാണ് പറയുന്നത്. പോലീസിനെ ക്രിമിനൽ മറുപടി പറയും സാറേ. ഞങ്ങളെ കേരള ക്യാമ്പസിലെ കുട്ടികൾ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. മറ്റൊരു തരത്തിൽ കൂടി പ്രതിഷേധം പോകുന്നു വിജയകുമാർ. അതായത് ഈ പ്രവർത്തകരുടെ വാഹനത്തിലേക്ക് വനിതാ SFI പ്രവർത്തകർ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് വാൻ മുൻപിലേക്ക് ചാടി വീണു. അവരെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നീക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സംഘർഷഭരിതമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൂടി കേരള സർവകലാശാല ആസ്ഥാനം കടന്നു പോകുന്നുണ്ട്. അതായത് വനിതാ പ്രവർത്തകർ ഈ പോലീസ് വാൻ മുൻപിലേക്ക് വീണതാണിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇപ്പോൾ അവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി ഒന്നാമത്തെ വാഹനവുമായി പോയിട്ടുണ്ട്. ഈ ഗേറ്റിന് മുൻപിലും വലിയ രീതിയിലുള്ള സംഘർഷത്തിന്റെ സാഹചര്യങ്ങളുണ്ട് എന്നുള്ള വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. ഈ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മറ്റൊരു വശത്തേക്ക് കൂടി ഈ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന അതല്ലെങ്കിൽ തടയുന്ന ഈ വാഹനം തടയുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും വിജയകുമാർ. അതായത് ഈ സർവകലാശാല ഈ കോമ്പൗണ്ടിൽ നിന്ന് പ്രവർത്തകരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇതിൽ പ്രവർത്തകർ പറയുന്ന കാര്യം. ഇപ്പോൾ ഒരു വാഹനം ഈ സർവകലാശാല ആസ്ഥാനത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. രണ്ടാമത്തെ വാഹനം ഈ വനിതാ പ്രവർത്തകരടക്കം ഓടി വരികയാണ്. അതായത് ഈ വാഹനം തടയാൻ വനിതാ പ്രവർത്തകരടക്കം ഓടി വരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ വാഹനത്തിന് മുൻപിലുണ്ട്, ഈ പ്രവർത്തകരുമായിട്ടുള്ള പോലീസ് വാഹനത്തിന് മുൻപിലുണ്ട്. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. പോലീസ് വീണ്ടും പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുന്നത് അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ സംഘർഷം, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ കുത്തിയിരിക്കുന്ന, അതായത് പോലീസ് വാഹനത്തിന് മുൻപിൽ കുത്തിയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനിതാ പ്രവർത്തകർ ബലം പ്രയോഗിച്ച് നീക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന പോലീസ് വാഹനത്തിന് മുൻപിലേക്ക് ചാടി വീണൊക്കെ SFI പ്രവർത്തകരുടെ സമരരീതി അതും ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരു വനിതാ പ്രവർത്തകയാണ്. അവരടക്കം ബലം പ്രയോഗിച്ചിരുന്ന അറസ്റ്റ് ചെയ്ത വനിതാ പ്രവർത്തകരെ മാറ്റുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ രീതിയിലുള്ള സംഘർഷം അത് ഈ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ SFI പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. പോലീസിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് വാഹനം തടഞ്ഞിട്ടിരിക്കുന്നു കേരള സർവകലാശാല ഗേറ്റിന് മുൻപിൽ. അതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒടുവിൽ പ്രവർത്തകരെ മാറ്റിക്കൊണ്ട് വീണ്ടും സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ നിന്ന് പോകുന്നു. അതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ സമരരീതി അത് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിലുണ്ട്. ഏതായാലും രണ്ട് വാഹനവുമായി ഈ പ്രവർത്തകരുമായി ഇപ്പോൾ പോലീസ് വാഹനം പോയിട്ടുണ്ട്. സ്വാഭാവികമായും അതൊരു സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. കുറച്ച് നിമിഷമെങ്കിലും ആ രീതിയിലുള്ള സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുൻവശം മാറി എന്നുള്ളതാണ്. SFIയുടെ സംസ്ഥാന നേതാക്കളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്, ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിക്കേറ്റ വിദ്യാർത്ഥികൾ അവരെ അടക്കം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ പോലീസ് വാഹനത്തിന് മുൻപിലേക്ക് ചാടി വീണിട്ടുള്ള ആ ഒരു സമരത്തിനിടയ്ക്കായിരുന്നു ഈ വിദ്യാർത്ഥിനികൾക്കടക്കം വനിതാ SFI വനിതാ പ്രവർത്തകർക്കടക്കം പരിക്കേറ്റത്. വലിയ സമരം, കേരള സർവകലാശാല VC-ക്കെതിരെ ആരംഭിച്ചൊരു സമരം. ആ സമരം അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് കടക്കുന്നത് ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ SFIയുടെ ഈ കുടിൽക്കെട്ടി സമരം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് മറ്റൊരു എക്സ്ട്രീമിലേക്ക് പോയിരിക്കുന്നു.